അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. വന്ദനായ ശൈഖുന എം.ടി ഉസ്താദ് അവർകൾ, ബഹുമാന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, SKSF-ന്റെ മഹാന്മാരായ നേതാക്കൾ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വന്ദനായ ഉസ്താദിനെ അനുസ്മരിക്കുന്ന മഹത്തായ ഈ സംഗമത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വൈകിയ വേളയിൽ കൂടുതലായൊന്നും സൂചിപ്പിക്കുന്നില്ല. ഉസ്താദിൻ്റെ ദർസ് രംഗം എത്ര തിരക്കുകൾക്കിടയിലും ജാമ്യയിൽ വന്ന് ഓതി കൊടുക്കാൻ ശ്രമിക്കുക എന്നത് ഉസ്താദിൻ്റെ ഒരു പ്രഗതമായിരുന്നു. പലപ്പോഴും ഉസ്താദിന് ഒരുപാട് കവിതകൾ ഓർമ്മയുണ്ട്. അതൊക്കെ സബക്കുകൾക്കിടയിൽ ഓരോ അവസരങ്ങളിലായി പാടുന്ന, അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രകൃതം ഉസ്താദിൻ്റെതായിരുന്നു. പിന്നെ തമാശയിൽ എൻ്റെ റഹ്മട്ടിയൊക്കെ പറഞ്ഞ പോലെ ഞാനാരെ കാണാൻ പോയാലും ഇന്ന ആര് കാണാൻ വന്നാലും എനിക്കെന്തെങ്കിലും കിട്ടണം. പക്ഷെ അതൊരു വലിയ ആശയത്തെ സൂചിപ്പിക്കുന്നത് നമുക്ക് എന്ത് നേടാൻ കഴിയുമെന്നത് എൻ്റെ ഒരു പ്രവർത്തനത്തെയും നമ്മൾ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന സൂചന നൽകാറുണ്ട്. പിന്നെ ചില സൂചനകൾ നിറപ്പിക്കുകയല്ല, രണ്ട് വിഷയാവതരണം നടക്കാനുണ്ട്. അപ്പോൾ അഖീഖത്ത് അറക്കുന്ന സമയത്ത് ചിലയിടത്തൊക്കെ ഒരു പതിവുണ്ട്, കത്തി കുട്ടിൻ്റെ തലയിലും അതേപോലെ മൃഗത്തിന്റെ കഴുത്ത് ഒരേ സമയത്ത് വെച്ച് ആയിക്കണോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു സമ്പ്രദായം. അവിടുത്തെ രീതി എങ്ങനെയാണ് അത് ഓർക്കപ്പെടാൻ വേണ്ടി ചില കിതാബുകളൊക്കെ ഉള്ളത് തന്നെയാണ്. മിനഹ്, തസ്മിയത്തിലെ മീമ്, നെഹ്റിലെ നൂന്, ഹൽഖിലെ ഇങ്ങനെയാണ് അതിന്റെ തർത്തീബ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില സൂചനകൾ. അതേപോലെ റൻഹത്ത്, റമ്യ, നെഹർ, ഹൽഖ്, തവാഫ്, എങ്ങനെയുള്ള അയ്യാമുൻ നെഹറിന്റെ അന്നത്തെ ദിവസത്തെ ഇബാദത്തുകളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ക്ലാസ്സിൽ സൂചിപ്പിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി പറയേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സമസ്തക്ക് ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന എം.ടി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ സാരഥികളുടെ വഫാത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർക്കൊക്കെ സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ സാരഥികളുടെ വഫാത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് വലിയ സൗഭാഗ്യങ്ങൾ, മരണശേഷം ധാരാളം ഖത്മുകൾ, ഒരുപാട് തഹ്ലീലുകൾ ലഭിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു കറാമത്തായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്നുമല്ലാത്തതിൻ്റെ എളിയ സേവകർക്ക് പോലും പല അനുഭവങ്ങളും അങ്ങനെ പങ്കുവെക്കാൻ സാധിക്കും. ഈ വിനീതന്റെ പിതാവ് മരണപ്പെട്ട സമയത്ത് 3 ലക്ഷം തഹ്ലീല്, ലക്ഷക്കണക്കിന് ഇഖ്ലാസ്, 100 കണക്കിന് ഖത്മ് ഓതിയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, സത്യത്തിൽ നമ്മളൊന്നുമില്ല, എന്നിട്ട് പോലും നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് അങ്ങനെ ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത നിലകൊള്ളുന്ന ആ പ്രസ്ഥാനത്തിൽ, ആ ആദർശത്തിൽ അടിയുറച്ചു നിന്നാൽ എന്തു നേടാൻ കഴിയുമെന്നതാണ്. മഹാനായ കാളമ്പാടി ഉസ്താദ് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഭൗതികമായി ദുന്യവിയായ ഒരു നേട്ടമൊന്നും കിട്ടിയില്ലെങ്കിലും മരിച്ച മയ്യത്ത് കേൾക്കാൻ ആളുണ്ടാവും. അത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമിഅ നൂരിയയുടെ കരുത്തനായ പ്രിൻസിപ്പളായി, പണ്ഡിതനായി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ സംഗമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.